Hello dear students, welcome to the session. Class 10 CBSE board exam അടുത്ത് വരെയാണ് സയൻസ് എക്സാമിൻ്റെ അല്ലേ. അപ്പോൾ we are going to discuss a model question paper here. ഓക്കെ, അപ്പോൾ നോർമൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ മൈസെൽഫ് നിത്യ എസ് മേനൻ, ഞാൻ ഫിസിക്സ് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യുന്നത്. എൻ്റെ പേര് കവിത, ഞാൻ കെമിസ്ട്രി പാർട്ടാണ് ഡീൽ ചെയ്യുന്നത്. എൻ്റെ പേര് അഞ്ജിത, ഞാൻ ഡീൽ ചെയ്യുന്നത് ബയോളജി പാർട്ടാണ്. ഓക്കെ, സോ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത് സയൻസ് എക്സാമിന് വരുന്ന അതേ പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സെക്ഷൻസ് ആക്ച്വലി. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മാം? സെക്ഷൻ എയിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 2 മാർക്ക് ഈച്ച്. അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ MCQ ഒക്കെ ഒന്ന് മാറി വരുവാണ് അല്ലേ? സെക്ഷൻ ബി ആണെങ്കിലോ? സെക്ഷൻ ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതിന് 3 മാർക്സ് ആണ് വരുന്നത്. അതിൽ ഓൾ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതും ഈ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ഫൈൻ. അപ്പം സെക്ഷൻ സി വരുന്നത് പക്ഷേ കേസ് സ്റ്റഡി ആണ്. നമ്മൾ മുമ്പത്തെ എക്സാമിനൊക്കെ കണ്ടിരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കപ്പോൾ ഡിസ്കസ് ചെയ്യാം കൂടുതൽ. ബേസിക്കലി അത് 2 ക്വസ്റ്റ്യൻസാണ് വരിക, 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കയറാം അല്ലേ? ഓക്കെ, സോ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഡിഫൈൻ ദ ടേം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, നമ്മൾ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. നോക്കാം. എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് bonded in a certain arrangement that gives an organic compound its physical and chemical properties. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആറ്റം ആകാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ക്ലിയർ ആണോ? ഓക്കെ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, നോക്കാം. ഐഡന്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നോക്കിക്കേ, ഫസ്റ്റ് വൺ CH3, CH2, CHOH, CH3. അതെ, OH അല്ലേ? OH ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ എന്താ അതിൻ്റെ പേര്? ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൽക്കഹോൾ. ഓക്കെ, സെക്കൻഡ് നോക്കിക്കേ, CH3, C ഡബിൾ ബോണ്ട് O, CH2, CH3. ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്താണ് അതിന്റെ പേര്? അതെ, കീറ്റോൺ. ക്ലിയർ ആണോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പീരിയോഡിക് ടേബിളിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യമാണ്. ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഹൗ ഡു ദ അറ്റോമിക് സൈസ് ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ ഓഫ് എലമെന്റ്സ് വേരി as we move down a group, then from left to right in a period. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ സഹായം വേണം. നോക്കാം, ഇവിടെ നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി നോ ഡൗൺ എ ഗ്രൂപ്പ് എങ്ങനെയാണ് അറ്റോമിക് സൈസും അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടറും വേരി ചെയ്യുന്നത്? അതെ, അത് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ? വൈ? ബിക്കോസ് താഴോട്ട് വരും തോറും ആറ്റത്തിൻ്റെ അകത്തുള്ള ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇൻക്രീസസ്. ആസ് ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്, ദ അറ്റോമിക് സൈസ് ഓൾസോ ഇൻക്രീസസ്. ഇനി ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസും അതുപോലെ തന്നെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ആ ഇലക്ട്രോണിന് ഈസി ആയിട്ട് തന്നെ അവിടെ നിന്നും ചാടിപ്പോകാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് ആ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ ആ എലമെന്റിന് സാധ്യമാണ്. സോ ഡൗൺ എ ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ദ അറ്റോമിക് സൈസ് ആൻഡ് ദ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. വൈ? നമ്മൾ പീരീഡിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടറും ഡിക്രീസ് ചെയ്യുകയാണ്. കാരണം പീരീഡിൽ നമുക്കറിയാം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. ആൻഡ് ഈ ഇലക്ട്രോൺസ് ഈ സെയിം ഷെല്ലിലേക്കാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻറ്ററിലുള്ള ന്യൂക്ലിയസും ഇലക്ട്രോൺസിനും ഇടയിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടറും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is homologous series of carbon compounds? Write the name and formula of the next higher homologue of HCHO.
ഇതും കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ഓക്കെ, അപ്പം എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്? They are a series of hydrocarbons, അല്ലെ? ഹൈഡ്രോകാർബണിന്റെ സീരീസ് ആണ് which have same functional group and similar or almost identical chemical properties. For example, HCOOH. ഇവിടെ COOH എന്നാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് മെത്തനോയിക് ആസിഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ CH3 COOH. ഓക്കെ, ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്താൽ നമുക്കറിയാം ഇതൊരു ഹോമോലോഗസ് സീരീസിലെ മെമ്പേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവർക്കിടയിൽ ഒരു CH2 യൂണിറ്റ് ഡിഫറൻസ് ആണുള്ളത് ആൻഡ് ഇവർ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ നെയിം ആൻഡ് ഫോർമുല ഓഫ് നെക്സ്റ്റ് ഹയർ ഹോമോലോഗ് ഓഫ് HCHO. HCHO എന്ന് പറയുമ്പോൾ CHO ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ദാറ്റ് ഇസ് ആൽഡിഹൈഡ്. അപ്പം അവിടുത്തെ നെക്സ്റ്റ് മെമ്പർ ആരായിരിക്കും? അതെ, CH3 CHO, ദാറ്റ് ഈസ് എത്തനാൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർത്ത് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. സോ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ബയോളജി റിലേറ്റഡ് ആണ്. സോ മാം പ്ലീസ് എക്സ്പ്ലെയിൻ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ വായിക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം വാട്ട് ഈസ് കോൺട്രാസെപ്ഷൻ. ഓക്കെ, കോൺട്രാസെപ്ഷൻ ഇസ് എ മെത്തേഡ് ടു പ്രിവെന്റ് ദ അൺവാണ്ടഡ് പ്രഗ്നൻസി. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പല മെത്തേഡ്സ് ഉണ്ട് ഇതിന്. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ മെക്കാനിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. മെക്കാനിക്കൽ ബാരിയേഴ്സ്, വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ് ഇസ് എ ബാരിയർ ബിറ്റ്വീൻ ദി the contact of sperm and egg. Okay, mechanical barrier. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കോണ്ടംസ് എന്ന് പറയുന്നത്, അല്ലേ? കോണ്ടംസ് can be used to prevent the contact between the egg and sperm. Okay, so mechanical barriers ൽ വരുന്നതാണ് കോണ്ടംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ക്യാൻ ഓൾസോ ചേഞ്ച് ദി ഹോർമോണൽ ബാലൻസ്. ഓക്കെ, നമുക്ക് പിൽസ് ടേക്ക് ചെയ്യുന്ന വഴി നമുക്ക് എന്താണ് ബോഡിയിലെ ഹോർമോണൽ ബാലൻസ് ചേഞ്ച് ചെയ്യാം. സോ ദാറ്റ് എന്താണ് ഓവുലേഷൻ ഉണ്ടാവുന്നില്ല, എഗ് ഇസ് നോട്ട് produced, egg is not released, and so that the sperm cannot fertilize egg. Okay, അങ്ങനെ ഹോർമോൺ ബാലൻസ് ചേഞ്ച് ചെയ്തും നമുക്ക് കോൺട്രാസെപ്ഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ലൈക്ക് കോപ്പർ ടീ ലൂപ്പ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് യൂട്രസിൻ്റെ വോളിൽ ഇത് കൊണ്ട് ഇൻസേർട്ട് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രാസെപ്ഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് സർജിക്കൽ മെത്തേഡ്സ്. ഓക്കെ, മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്പേം വിൽ നോട്ട് ബി റിലീസ്ഡ് ഇൻ ടു ദി ഇജാക്കുലേറ്ററി ഡക്ട്. അങ്ങനെ ഇജാക്കുലേഷൻ പോസിബിൾ അല്ല. ഓക്കെ, സ്പേം റിലീസ് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് കോൺട്രാസെപ്ഷൻ ചെയ്യാം ഇൻ ദ കേസ് ഓഫ് മെയിൽ. ഓക്കെ, ഇനി ഫീമെയിലിൻ്റെ കേസ് ആണെങ്കിലോ വി ക്യാൻ കട്ട് ദ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ ആൻഡ് ടൈ ഇറ്റ് സോ ദാറ്റ് ദ എഗ് ഇസ് നോട്ട് റിലീസ്ഡ്. ഓക്കെ, അങ്ങനെയും നമുക്ക് എന്ത് കോൺട്രാസെപ്ഷൻ ചെയ്യാവുന്നതാണ്, സർജിക്കൽ മെത്തേഡ്. ഓക്കെ, സോ വി ഹാവ് മെക്കാനിക്കൽ ബാരിയേഴ്സ്, വി ക്യാൻ ഓൾട്ടർ ദി ഹോർമോണൽ ബാലൻസ്, വി ഹാവ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആൻഡ് ഓൾസോ വി ഹാവ് സർജിക്കൽ മെത്തേഡ്. ഓക്കെ, യെസ്, 2 മെത്തേഡേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും 2 മെത്തേഡ് നിങ്ങൾ മാർക്ക് അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് റീസൺ. എ, ventricles have thicker muscular walls than atria. B, veins have valves whereas arteries do not. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഹാർട്ട്. അപ്പോൾ ഹാർട്ടിൽ നമ്മൾ പറയാം ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്, അല്ലേ? ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. വി ഹാവ് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, അല്ലേ? എന്താണ് 2 ഏട്രിയം 2 വെൻട്രിക്കിൾസുമാണ് നമുക്ക് ഉള്ളത്. സോ ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേമ്പർ. ഓക്കെ, ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത് ഇംപ്യോർ ബ്ലഡ് ആണ്. ഓക്കെ, റൈറ്റ് ഏട്രിയം റിസീവ്സ് ഇംപ്യോർ ബ്ലഡ് ഫ്രം superior and inferior vena cava. Okay, superior vena cava collects blood from the upper part of the body, whereas inferior vena cava collects blood from the lower part of the body like feet, leg, abdominal regions. Okay, so
ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് പുറത്തേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നവരാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞത് റൈറ്റ് ഏട്രിയത്തെ പറ്റിയാണ്. ഇറ്റ് വിൽ റിസീവ് ഇംപ്യൂർ ബ്ലഡ് ഫ്രം സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ. ഓക്കെ, ഇനി റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് വിൽ ഫ്ലോ ഇൻ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ അല്ലേ? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ആൻഡ് വി ഹാവ് വാൽവ്സ് ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ഉണ്ട് അല്ലേ? ഇനി ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഇംപ്യൂർ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ഇംപ്യൂർ ബ്ലഡ് എങ്ങോട്ട് പോകണം? ലങ്സിലേക്ക് പോകണം. ഫോർ വാട്ട്? ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് പ്യൂർ ബ്ലഡ്. ഈ ഇംപ്യൂർ ബ്ലഡിനെ ഓക്സിജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഇംപ്യൂർ ബ്ലഡ് ഹാസ് ടു ബി ട്രാവൽഡ് ടു ദി ലങ്സ്. ഫോർ ദാറ്റ് വി ഹാവ് പൾമണറി ആർട്ടറി. Okay, pulmonary artery, it will carry the impure blood from the right ventricles to the lungs. Okay, അങ്ങനെ പൾമണറി ആർട്ടറി വഴി ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നു. ഓക്കെ, ലങ്സിൽ വൺസ് എത്തിക്കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവുന്നു, ഓക്സിജനായിട്ട് മിക്സ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതൊരു പ്യോർ ബ്ലഡ് ആയിട്ട് മാറുന്നു അല്ലേ? ഈ പ്യോർ ബ്ലഡ് തിരിച്ച് എവിടെ എത്തുന്നു? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയം വിൽ റിസീവ് ദ പ്യോർ ബ്ലഡ് ഫ്രം ദി ലങ്സ് ത്രൂ പൾമണറി വെയിൻ. പൾമണറി വെയിൻസ് വഴിയാണ് എന്ത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പ്യോർ ബ്ലഡ് വരുന്നത്. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ പ്യോർ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ആ ഏട്രിയത്തിൻ്റെ കോൺട്രാക്ഷൻ വഴി ദ ബ്ലഡ് വിൽ മൂവ് ഇൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. Okay, again left ventricle contraction vadi the blood will move into the aorta. Aorta vadi ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു. സോ അയോർട്ട ഇസ് ദി ലാർജസ്റ്റ് ആർട്ടറി എന്ന് നമുക്ക് പറയാം. ഓക്കെ, that will move the blood from the left ventricles to the body parts. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്താണ്? വെൻട്രിക്കിൾസ് ഹാവ് തിക്കർ മസ്കുലർ വാൾ ദൻ ഏട്രിയ. വെൻട്രിക്കിൾസിന് ഏട്രിയത്തെക്കാളും എന്താണ് മസ്കുലർ വാൾസ് തിക്കൻഡ് ആണ്. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് വെൻട്രിക്കിൾസ് ഹാവ് ദ ഫങ്ഷൻ ടു പമ്പ് ബ്ലഡ് ടുവേർഡ്സ് ദി ബോഡി. ബോഡിയിലെ മറ്റ് പാർട്സിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് വെൻട്രിക്കിൾസ് ആണ്. ഏട്രിയത്തിന് എന്താണ് ജസ്റ്റ് വെൻട്രിക്കിൾസിലേക്ക് പമ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ വെൻട്രിക്കിൾസ് ചെയ്യുന്നോ മറ്റ് ബോഡി പാർട്സിലേക്ക് നല്ല പ്രഷറിൽ ബ്ലഡിനെ പമ്പ് ചെയ്യണം. എസ്പെഷ്യലി ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലേ? എസ്പെഷ്യലി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ബോഡി പാർട്സിലേക്കും ബ്ലഡ് എത്തുന്നത്. സോ എന്താണ് വെൻട്രിക്കിൾസിന് ഉറപ്പായിട്ടും ഏട്രിയത്തെക്കാളും എന്താണ് വാൾസിന് തിക്നെസ് ഉണ്ടാവും. ബിക്കോസ് ദേ ഹാവ് ടു പമ്പ് ബ്ലഡ് ഇൻ സച്ച് എ ലാർജ് പ്രഷർ. ഓക്കെ, ഇനി ബി പാർട്ട് നോക്കാം. Veins have valves whereas arteries do not. വെയിൻസിന് വാൽവ്സ് ഉണ്ട്, പക്ഷേ ആർട്ടറീസിന് വാൽവ്സ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും? അത് നിങ്ങൾ ഓർക്കുക. എന്താണ് ആർട്ടറീസിൻ്റെ ഫങ്ഷൻ? യെസ്, ആർട്ടറീസ് ദേ ക്യാരി വാട്ട്? പ്യോർ ബ്ലഡ് ഫ്രം ഹാർട്ട്. നമ്മൾ പറഞ്ഞു അയോർട്ട ഇസ് ദ ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി ദേ വിൽ ക്യാരി ഇംപ്യൂർ ബ്ലഡ് ആണ്. പൾമണറി ആർട്ടറി മാത്രമാണ് ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരേ ഒരു ആർട്ടറി. ബാക്കി എല്ലാ ആർട്ടറീസും എന്താ ചെയ്യുന്നത്? പ്യോർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത് ഫ്രം ദി ഹാർട്ട്. ഓക്കെ, ഇനി വെയിൻസോ? വെയിൻസ് വിൽ ക്യാരി impure blood towards the heart. അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? പൾമണറി വെയിൻ. ഓക്കെ, ബയോളജി ഇസ് എ സയൻസ് ഓഫ് എക്സെപ്ഷൻസ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഇവിടെയും പൾമണറി വെയിൻ ഒരു എക്സെപ്ഷൻ ആണ്. ഇറ്റ് വിൽ ക്യാരി പ്യോർ ബ്ലഡ് ഫ്രം ദി എന്താണ് ലങ്സ് ടു ഹാർട്ട്. ആ ഒരു വെയിൻ മാത്രമാണ് പ്യോർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. ബാക്കി എല്ലാ വെയിൻസും എന്താണ്? ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ഇനി ആർട്ടറീസിന് വാൽവ്സ് ഇല്ല, മറിച്ച് വെയിൻസിന് വാൽവ്സ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? ആർട്ടറീസ് ഹാർട്ടിൽ നിന്നും പ്യോർ ബ്ലഡിനെ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഹാർട്ടിൽ നിന്നും അത്രയും പ്രഷറിലാണ് അവർക്ക് ബ്ലഡ് കിട്ടുന്നത്. അത്രയും പ്രഷറിൽ ബ്ലഡ് വരുമ്പോൾ ആർട്ടറീസ് ഹാവ് എ ഹയർ പ്രഷർ സോ ദാറ്റ് ദേ ക്യാൻ മെയിൻറ്റെയിൻ ദ യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ യൂണിഡയറക്ഷണൽ ഫ്ലോ അവർക്ക് എൻഷുർ ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് ദി ഹൈ പ്രഷർ. ഓക്കെ, സോ ദർ വിൽ നോട്ട് ബി ബാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡ്. ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ അവിടെ ഉണ്ടാവുന്നില്ല. മറിച്ച് വെയിൻസിനാണെങ്കിലോ വീനസ് പ്രഷർ ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ആർട്ടറീസ്. അതുകൊണ്ട് വെയിൻസിൻ്റെ പ്രഷർ ലോ ആണ്. അവർ ഇംപ്യൂർ ബ്ലഡ് എന്താണ് ഹാർട്ടിലേക്ക് എത്തിക്കുന്നവരാണ്. സോ അവർക്ക് എന്താണ് ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് അവർക്ക് വാൽവ്സ് ഉള്ളത്. സോ വെയിൻസ് ഹാവ് what valves because the venous pressure is low and they have to ensure the unidirectional flow. So veins have valves whereas arteries do not have valves because their pressure is higher than that of veins and they can ensure the unidirectional flow of blood without valves. Okay, അതാണ് 5th question.
ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ പോൾസ് ഓഫ് മാഗ്നറ്റ് ഗിവൺ ഇൻ ദ ഫിഗർ 1 and 2. ഓക്കെ, മാഗ്നറ്റിക് പോൾസ് മനസ്സിലാക്കാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നു അല്ലേ? ഡിറക്ഷൻ വെച്ചിട്ടാണ് നമുക്കത് പറയേണ്ടി വരിക. സോ ഇവിടെ നമ്മളൊരു ബാർ മാഗ്നറ്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്ക് ഡയഗ്രത്തിൽ തന്നെ ഒരു ബാർ മാഗ്നറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നത്? വി കൺസിഡർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്, അങ്ങനെയാ പറയുക അല്ലേ? എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പറയുമ്പോൾ ഇറ്റ് എമേർജസ് ഔട്ട് എന്നുള്ള രീതിയിൽ പറയുന്നു ഫ്രം ദ നോർത്ത് പോൾ അല്ലേ? അപ്പോൾ നോർത്ത് പോൾ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എമേർജിങ് ഫ്രം ദ നോർത്ത് പോൾ. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ സൗത്ത് പോൾ. ഈ രീതിയിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറയുന്നത്. ഓക്കെ, സോ ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് നമുക്ക് അപ്പോൾ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ ഇറ്റ് ഈസ് ഫോമിങ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, നോർത്ത് ടു സൗത്ത് എന്ന രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഐഡൻറ്റിഫൈ ദ പോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബാർ മാഗ്നറ്റ് തന്നിട്ട് ആ ബാർ മാഗ്നറ്റിൻ്റെ പോൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. അതിനെന്താ, ആ ആരോ മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു എൻഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എമേർജ് ഔട്ട് ചെയ്യുകയാണ് അല്ലേ? ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എമേർജിങ് ആൻഡ് ഈ എൻഡിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത് അല്ലേ? സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ എമേർജ് ഔട്ട് ചെയ്യുന്ന ആ ഒരു എൻഡ് ഏതായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ദ നോർത്ത് പോൾ. ആൻഡ് എൻ്റർ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ദാറ്റ് വിൽ ബി ടു ദ സൗത്ത് പോൾ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? സോ നോർത്ത് ടു സൗത്ത് എന്ന രീതിയിൽ ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഫോമിങ്. സോ നൗ കൺസിഡർ ദ സെക്കൻഡ് ഫിഗർ. അവിടെ നമുക്ക് 2 ബാർ മാഗ്നറ്റ്സ് ആണ് കാണുന്നത് അല്ലേ? ദേ ആർ കെപ്റ്റ് ക്ലോസർ. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഫ്രം ഫസ്റ്റ് മാഗ്നറ്റ് ടുവേർഡ്സ് സെക്കൻഡ് മാഗ്നറ്റ് എന്ന രീതിയിലാണ് ഫീൽഡ് ലൈൻസ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിച്ചേ, ഫ്രം 1 to 2 എന്ന രീതിയിലാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഫസ്റ്റ് ബാർ മാഗ്നറ്റിൻ്റെ ഏത് പോളായിരിക്കണം ഇവിടെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക? നോർത്ത് പോൾ ആയിരിക്കണം അല്ലേ? അപ്പോൾ നോർത്ത് പോളിൽ നിന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എമേർജ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ബാർ മാഗ്നറ്റിൻ്റെ ഏത് പോളായിരിക്കും ഇവിടെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക? ഫസ്റ്റ് മാഗ്നറ്റിനെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക സൗത്ത് പോൾ ആയിരിക്കണം അല്ലേ? സോ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ എന്ന രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അലൈൻമെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാറ്റേൺ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നോർത്ത് പോളിൽ നിന്ന് എമേർജ് ചെയ്യുന്നു, സൗത്ത് പോളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആരോ മാർക്ക് വെച്ച് നമുക്ക് ഏതൊരു മാഗ്നറ്റിക് ഇത് വെച്ച് കഴിഞ്ഞാലും ഏതൊരു ഷേപ്പിലുള്ള മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ജഡ്ജ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് പോൾസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കൊന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഹിയർ ദെയർ ഈസ് എ ക്വസ്റ്റ്യൻ. A piece of wire of resistance 25 ohm is drawn out so that its length is increased to twice of its original length. Calculate the resistance of the wire. Okay, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പീസ് ഓഫ് വയർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ വയറിൻ്റെ റെസിസ്റ്റൻസ് 25 ohm ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നൗ ഇറ്റ്സ് ലെങ്ത് ഇസ് ബീൻ ഇൻക്രീസ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരട്ടി ആയിട്ടുണ്ട് ലെങ്ത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. സോ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഒപ്പോസിഷൻ ഓഫ് ടു ദ സർക്യൂട്ട് അല്ലെ? കറണ്ട് ഫ്ലോയ്ക്ക് കൊടുക്കുന്ന ഒരു ഒപ്പോസിഷൻ ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? We have learned about the factors that depends the resistance. They are the length of the conductor, area of cross section of the conductor, പിന്നെയോ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ? ഈ കാര്യങ്ങളിലേക്കാണ് മെയിനായിട്ട് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫൈൻ, അപ്പോൾ ഇവിടെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ഡ്രോൺ ഔട്ട് സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഇൻക്രീസ് ടു ട്വൈസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ലെങ്ത് അങ്ങനെ ട്വൈസ് ആയി ഡ്രോൺ ഔട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്ന സ്ഥിതിക്ക് എന്താ സംഭവിക്കുന്നത്? ഒറിജിനൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ഞാൻ 6 എന്ന് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു ബി 25 ohm അല്ലേ? ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഫൈൻ, ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡൻസി വെച്ച് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് R is equal to rho L by A എന്നുള്ളത്. ഓക്കെ, വേർ റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി. ഓക്കെ,
അപ്പോൾ അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് നമുക്കറിയാം. റെസിസ്റ്റിവിറ്റി ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ലേ. ലെങ്ത് മാറിയത് കൊണ്ടോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ വ്യത്യാസം വന്നതുകൊണ്ടോ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരില്ല. ദ ഓൺലി ഡിഫറൻസ് ഹാപ്പൻസ് ഇസ് ടു ദ റെസിസ്റ്റൻസ്. അത് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, റോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരേ വയർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റോ എന്ന് പറയുന്ന സംഭവം എന്താണ്? അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ലെങ്ത്തിലും ഏരിയയിലും നമ്മൾ നോക്കിയാൽ മതി. ലെങ്ത് ഓൾറെഡി ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ലെങ്ത് എൽ എന്ന് നമ്മൾ എടുത്താൽ ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഡബിൾ ചെയ്തിരിക്കുന്നു, 12 ആയിരിക്കുന്നു. ഓക്കെ, ലെങ്ത് വയർ ഡ്രോൺ ഔട്ട് ചെയ്ത് ലെങ്ത് ഡബിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നു അല്ലേ. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്നത് എന്താ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇലോങ്ങേറ്റഡ് ആവും തോറും വയർ ഇലോങ്ങേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. അപ്പോൾ ലെങ്ത് ഡബിൾ ചെയ്ത സ്ഥിതിക്ക് ഇഫ് ഇനീഷ്യൽ ഏരിയ വാസ് എ ദെൻ ഐ ക്യാൻ സേ ദാറ്റ് ഇപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാവണം? കുറയാണ്. ആൻഡ് ദാറ്റ് ടു ഇറ്റ് ഈസ് ബീൻ ഹാഫ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത്. ലെങ്ത് ഡബിളായി, അതിനനുസരിച്ച് ഏരിയ ഹാഫ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അസംഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ന്യൂ റെസിസ്റ്റൻസിനെ ലെറ്റ് ഇറ്റ് ബി ആർ ഡാഷ്, നമുക്കതിനെ ആർ ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? റോ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ എന്താണ്? ഞാനപ്പോൾ റോ കൺസിഡർ ചെയ്യുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആണല്ലോ, ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല. ലെങ്ത് എങ്ങനെയാണ് മാറുന്നത്? ലെങ്ത് എന്ന് പറയുന്നത് 2Li ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് ഹാഫായി അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 4 into L/A. ഓക്കെ, L/A ഏതിലാണ് വരുന്നത്? ദാ ഇവിടെയാണ് L/A ഉള്ളത് അല്ലേ. നമ്മളുടെ റെസിസ്റ്റൻസ് 25 Ohm ആവുന്ന സമയത്തെ ലെങ്ത്തിനെയാണ് L എന്ന് വിളിച്ചത്. ആ സമയത്ത് ഏരിയയാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയാണ് നമ്മൾ എ എന്ന് എടുത്തത് അല്ലേ. അപ്പോൾ L/A എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആണ് 25 Ohmന്. ഓക്കെ, അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 times the resistance of the initial wire ആയിരിക്കും. Okay, R in the value and the 25 ohm that is given. So 4 into 25 that is 100 ohm will be the resistance of the new wire. Clear alle? Namukini next section like povam. So we are done with the 7 questions of section A. Alle, namukku section B like kera. സെക്ഷൻ ബിയിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാ പറഞ്ഞ അല്ലേ മാം? അത് ഓരോന്നിനും എത്ര മാർക്ക് ആയിരുന്നു? അതിന് 3 മാർക്സ് ആയിട്ട് 3 മാർക്സ് ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്നാൽ സെക്ഷൻ ബിയിലേക്ക് കയറാം അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഹിയർ യു ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സെക്ഷൻ ബി, ദാറ്റ് ഇസ് ദ 8th question of the question paper. Write the molecular formula of the following compounds and draw their electron dot structures, methane and ethane. Okay, so ഇതൊരു കെമിസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് മൂവ് ടു കവിത മാം. ഓക്കെ, നമുക്കത് നോക്കാം. സോ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആൻഡ് ഡ്രോ ദെയർ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന 2 കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുലയും എഴുതണം, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറും എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കിയാലോ. സോ ഫസ്റ്റ് നമുക്ക് മീഥെയ്ൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. മീഥെയ്ൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് CH4. നമുക്കറിയാം മെത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ് 1 കാർബൺ അല്ലെ, ഒരു കാർബണിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ANE അല്ലെ, AN എന്ന് പറയുമ്പോൾ അതൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്, ദാറ്റ് ഈസ് ആൽക്കെയ്ൻ. ഓക്കെ, സോ മീഥെയ്നിന്റെ ഫോർമുല എന്താണ് വരുന്നത്? CH4. ഓക്കെ, നമുക്കത് മാത്രം മതിയോ? അല്ല, ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറും അറിയണം. ഓക്കെ, നോക്കാം. കാർബണിന്റെ കേസിൽ നമ്മൾ വേഴ്സറ്റൈൽ നേച്ചറിൽ പഠിച്ചൊരു കാര്യമാണ് അതിന്റെ ടെട്രാ വാലൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. ആൻഡ് ഇതിന് 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാൻ സാധിക്കും അല്ലെ. റിയാക്ഷനിൽ 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അറ്റൈൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അല്ലെങ്കിൽ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ മാത്രം നമുക്ക് നോട്ട് ചെയ്താൽ മതിയാകും. ആൻഡ് ഇവിടെ കാർബണിന്റെ കേസിൽ 4 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ആണ്, 4 ഹൈഡ്രജൻ ആണ് അല്ലെ. സോ ഓരോ ഹൈഡ്രജനെയും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജന്റെ കേസിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം വാലൻസ് ഷെല്ലിലെ?
അതെ 1 ആണ്. ഹൈഡ്രജന്റെ കേസിൽ അറ്റോമിക് നമ്പർ 1 ആണ്. ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതിന്റെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. സോ ആ ഇലക്ട്രോണിനെയും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹിയർ നമുക്കറിയാം കാർബൺ എന്ത് ചെയ്യുന്നു, അതിന്റെ 4 ഇലക്ട്രോൺസിനെ ഓരോ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഹൈഡ്രജനും അവരുടെ ഓരോ ഇലക്ട്രോൺസിനെ നമ്മുടെ ഈ കാർബണിന് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹിയർ നോക്കിക്കേ, കാർബണിനും ഹൈഡ്രജനും ഇടയിൽ ഓരോ സിംഗിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 1 പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് ആണ് നടക്കുന്നത്, അല്ലെ? 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയറിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ബോണ്ട് എന്ന് വിളിക്കും? സിംഗിൾ ബോണ്ട് എന്ന് വിളിക്കും. സോ ഇങ്ങനെയാണ് CH4 അഥവാ മീഥെയ്നകത്തുള്ള ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? എത്തൈൻ. എത്തൈൻ എങ്ങനെയാണ്? എത്തൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കാർബൺ ആറ്റം ആൻഡ് YNE. YNE എന്ന് പറയുമ്പോൾ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്തു തരുന്നു? അതെ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അതിൽ തന്നെ ആൽക്കൈൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആ ഒരു നെയിമിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. ആൻഡ് യു ആർ അവെയർ ഓഫ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻസ്, റൈറ്റ്? എന്തായിരുന്നു അത്? അതെ, CnH2n-2 അല്ലെ? അപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. എത്രയാണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്? അതെ, ഇറ്റ് ഈസ് C2H2. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നോക്കേണ്ടിയിരിക്കുന്നു. ഹിയർ 2 കാർബൺസ് ആണ്. നമുക്കറിയാം കാർബണിന്റെ കേസിൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്? അതെ, 4 ഇലക്ട്രോൺസ്. ഓക്കെ, ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. Okay, 4 electrons, and this carbon also have 4 electrons in its valence shell. Okay, and 2 hydrogen atoms ആണ് ഇവിടെ ഉള്ളത്, അല്ലേ? ഓക്കെ, അതിനെയും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോ ഹൈഡ്രജൻ ആറ്റത്തിന്റെയും വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? അതെ, 1 ഇലക്ട്രോൺ ആണ്, അല്ലേ? ഓക്കെ, അതും ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ കാർബണിന്റെ കേസിൽ ഓരോ കാർബണും അവരുടെ 3 ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഓരോ കാർബണും അവരുടെ 3 ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്ത് എന്ത് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്? അതെ, ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 6 ഇലക്ട്രോൺസ് ആണ് ഈ ഒരു ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ക്ലിയർ? ആൻഡ് ഇനി കാർബണിന്റെയും ഹൈഡ്രജന്റെയും കേസ് നോക്കിയാലോ? കാർബണും ഹൈഡ്രജൻ നോക്കുമ്പോൾ കാർബൺ അതിന്റെ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജൻ ഷെയർ ചെയ്യുന്നു, തിരിച്ച് ഹൈഡ്രജൻ അതിന്റെ ഒരു ഇലക്ട്രോണിനെ കാർബണിന് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവർക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇവിടെ, അതായത് എത്തൈനകത്ത് ഷെയറിംഗ് നടക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 9th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ആൻ എലമെന്റ് X has mass number 40 and it has 18 electrons after losing 2 electrons. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, അവിടെ റിയൽ ആയിട്ടുള്ള സിമ്പിൾ അല്ല കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇറ്റ് ഈസ് 40. ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട് 18 എന്ന്. ആ 18 എന്ന് പറയുന്നത് ന്യൂട്രൽ ആറ്റത്തിന്റെ ആണോ? അല്ല, റിയാക്ഷൻ നടന്ന് അതിന് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ട ശേഷം വരുന്ന ഇലക്ട്രോൺസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം അത് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സബ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്? നമുക്ക് തന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് എക്സിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ ഐഡന്റിറ്റിയാണ്, അല്ലെ? ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം? അതെ, നമുക്ക് മനസ്സിലായി ന്യൂട്രൽ സ്റ്റേറ്റിൽ ഈ ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. ബിക്കോസ് 18 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതിൽ നിന്നും 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട ശേഷമുള്ളതാണ്. സോ ഹിയർ ന്യൂട്രൽ സ്റ്റേറ്റിൽ 20 ഇലക്ട്രോൺസ് ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കുന്നത്. ഇനി ന്യൂട്രൽ സ്റ്റേറ്റിൽ 20 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും എത്ര തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ 20.
പ്രോട്ടോൺ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴോ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ദ അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇസഡ് എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ ഹിയർ എക്സിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ് ഇൻ ദ ന്യൂട്രൽ സ്റ്റേറ്റ്. ന്യൂട്രൽ സ്റ്റേറ്റിലുള്ള എക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അല്ലെ, അക്കോർഡിംഗ് ടു 2n² ഫോർമുല അല്ലെ. ഓക്കെ, കെ എൽ എം എൻ ഇങ്ങനെയുള്ള ഷെല്ലുകളിലായിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഹിയർ നമുക്ക് മനസ്സിലായി 20 ആണ് അറ്റോമിക് നമ്പർ അല്ലെ. അപ്പം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? 2 8 8 2. So this is the configuration, electronic configuration of X in the neutral state. Clear ആവുന്നുണ്ടോ? Okay, next one. In which group and period did X belong in the periodic table? Periodic table നമ്മുടെ ഈ X എന്ന് പറയുന്ന എലമെന്റ് ഏത് ഗ്രൂപ്പിലും ഏത് പീരീഡിലുമാണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നോക്കിക്കേ, ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ പറയാം. ഹിയർ എത്ര ഷെല്ലുകളാണുള്ളത്? 1 2 3 4. നമ്പർ ഓഫ് ഷെൽസ് അറിയാമെങ്കിൽ നമുക്ക് പീരീഡ് നമ്പർ പറയാം. 4 ഷെൽസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഇനി ഗ്രൂപ്പാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ വാലൻസ് ഷെൽ എന്ന് പറയുന്ന എന്നിലെ ഇലക്ട്രോൺസ് നോക്കാം. എത്രയാണ്? 2 ഇലക്ട്രോൺസ് ആണ്. അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഗ്രൂപ്പ് നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും അല്ലെ, സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും. ആൻഡ് ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ എലമെന്റിനെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അറ്റോമിക് നമ്പർ 20 ഉള്ള നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലമെന്റ് അത് ആരാണ്? അതെ, ഇറ്റ് ഈസ് കാൽസ്യം. ഓക്കെ, അതിന്റെ സിമ്പൽ എങ്ങനെയാണ്? Ca. ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം റിലേറ്റഡ് ടു പീരിയോഡിക് ടേബിൾ ചാപ്റ്റർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10th one. Describe in brief the functions of the following parts in the human male reproductive system. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ഫ്രം ബയോളജി, റൈറ്റ്? സോ മാം പ്ലീസ് എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പോൾ 10th ആണ് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. Describe in brief the functions of the following parts in the human male reproductive system. 1. Testis. 2. Seminal vesicle. 3. Vas deferens. Okay, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ടെസ്റ്റിസ്. എന്താണ് ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ? യെസ്, യു ഓൾ നോ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് സ്പേംസ് അല്ലേ. അത് കൂടാതെ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ടല്ലോ. യെസ്, ദേ പ്രൊഡ്യൂസ് ദി ആൻഡ്രോജൻസ്. ദ പ്രൈമറി ആൻഡ്രോജൻ ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ടെസ്റ്റിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്? Testosterone. Okay, so two main function of testis is to produce sperm as well as to produce testosterone. Now the process of production of sperm produce in a process ഒരു പേരുണ്ടല്ലോ, എന്താ വിളിക്കുക നമ്മള്? Yes, it's called spermatogenesis. Repeated divisions ന് ശേഷം we'll get sperm and that process is called spermatogenesis. Okay, and that happens in the seminiferous tubules. Okay, testisലെ കുറെ കോയിൽഡ് ട്യൂബ്യൂൾസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. അതിൻ്റെ ഉള്ളിലാണ് എന്ത്? സ്പേം പ്രൊഡക്ഷൻ നടക്കുക. ഓക്കെ, ആൻഡ് ടെസ്റ്റിസിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് എന്ത്? ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് സ്പേം ആസ് വെൽ ആസ് എന്താണ്? മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കാണിക്കാനും ടെസ്റ്റോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞത് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ഉണ്ടെന്ന്. ഓക്കെ, ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൽ നിന്നും ഈ സ്പേം പുറത്തെത്തുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 2 നോക്കാം. സെമിനൽ വെസിക്കിളിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഫ്രം സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ദ സ്പേം റീച്ചസ് എവിടെ? എപ്പിഡിഡമിസിൽ എത്തുന്നു. ആൻഡ് ഫ്രം എപ്പിഡിഡമിസ് ഇറ്റ് റീച്ചസ് വാസ് ഡെഫറൻസ്. ഓക്കെ, ആൻഡ് ഈ വാസ് ഡെഫറൻസിന്റെ എന്താണ്? വാസ് ഡെഫറൻസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ഡക്ട് ഉണ്ട് ആൻഡ് ദാറ്റ് ഇസ് ഫ്രം സെമിനൽ വെസിക്കിൾ. Okay, the secretions from seminal vesicle joins this vas deferens through a duct. Okay, and the seminal vesicle and the function എന്താ നോക്കാം? It secretes several components like fructose. അപ്പോൾ seminal vesicleന്റെ secretion നമുക്ക് seminal fluid എന്ന് വിളിക്കാം. Okay, ഈ seminal fluid നിന്ന് നമുക്ക് എന്താണ്? We have certain components like fructose. This fructose provides energy for the sperm. Spermന് വേണ്ട motility-ക്കുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രക്ടോസ് ആണ്.
and it also has prostaglandins. Prostaglandins എന്താണ് ഇവരുടെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. And also they have some coagulation factors like fibrinogen. അപ്പോൾ ഇത്തരം കമ്പോണൻസ് ഒക്കെ ഉള്ളതാണ് എന്ത് സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ. And this secretion joins the vas deferens to a duct, and together with this duct of seminal vesicle we call it as ejaculatory duct എന്ന് വിളിക്കാം. Okay, vas deferens ലേക്ക് seminal vesicle duct join ചെയ്ത് കഴിയുമ്പോൾ it forms ejaculatory duct, and ejaculation happens to the urethra. Okay, so the function of seminal vesicle is that they produce certain secretions that has several components like fructose that gives energy to the sperm, and it has prostaglandins that help in movement of the sperm, and also it has several coagulation factors like fibrinogen that helps in coagulation of this semen inside the female reproductive tract. Okay, adana seminal vesicle ന്റെ function എന്ന് പറയുന്നത്. Now third one, vas deferens. നമ്മൾ പറഞ്ഞു vas deferens, it is the continuation of epididymis. Epididymis ന്റെ continuation ആയിട്ടാണ് vas deferens വരുന്നത്. Okay, നമുക്ക് ഈ പിക്ചറിലേക്ക് നോക്കാം. പിക്ചറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് വൺ, ദിസ് ഈസ് കോൾഡ് ടെസ്റ്റിസ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ടെസ്റ്റിസ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ഇൻസൈഡ് എ പൗച്ച് ദാറ്റ് ഈസ് കോൾഡ് സ്ക്രോട്ടം. ഓക്കെ, testis is inside a pouch like structure called scrotum, and it is hung outside the body. Why is it hung outside the body? Because what is it? It needs a lower temperature than body temperature. Okay, 2 degrees Celsius lower than body temperature madi testis. So in order to ensure that testis is hung outside the body inside a pouch called scrotum. Okay, and ഇവിടെ നിങ്ങൾക്ക് കാണാം, from this we have epididymis. Okay, epididymis, and after epididymis there is a long tube like structure which is called vas deferens. So vas deferens is a continuation of epididymis. Okay, and here you can see seminal vesicle. Okay, vas deferens continue ചെയ്തു വന്ന് seminal vesicle ഒരു duct അവിടെ join ചെയ്യുന്നു, and together they form ejaculatory duct. Okay, അപ്പോൾ എന്താണ് മൂന്നിൻ്റെയും ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. Testis will produce sperm and testosterone. Seminal vesicle produce certain secretions that has fructose, prostaglandins, and have certain coagulation factors. And vas deferens is a long extension that is a continuation of epididymis, and the sperm moves to vas deferens, and it will get secretions from the seminal vesicle, and it will continue as the ejaculatory duct. Okay, yes. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 11th question. Okay, list in tabular form the distinguishing features between the acquired traits and inherited traits with one example of each. Okay, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അക്വയർഡ് ട്രേറ്റ്സിനെയും ഇൻഹെറിറ്റഡ് ട്രേറ്റ്സിനെയും തമ്മിൽ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക, അതും ഇൻ ടാബുലാർ ഫോം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്? acquired traits ആണ് വരുന്നത്. So does not bring change about changes in DNA of germ cells. എന്ന് വെച്ചാൽ acquired traits വഴി നമ്മുടെ DNA-യിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ germ cells എന്ന് വെച്ചാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസിന്റെ DNA-യിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല acquired characters വഴി. ഓക്കെ, ഇനി inherited traits നോക്കിയാലോ. brings changes in DNA of germ cells. germ cellsലെ DNA-യിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നവരാണ് എന്ത്? inherited traits. Okay, so acquired traits does not bring any change in the DNA of germ cells, while inherited traits they can bring changes in the DNA of germ cells. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. നെക്സ്റ്റ്, cannot be passed on to progeny. acquired traits cannot be passed on to progeny. നമ്മുടെ germ cells എക്സ്പ്രസ് ചെയ്യുന്നില്ല, germ cells DNA എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നില്ല എന്നാണ് അർത്ഥം, അല്ലേ? So it is not passed on to the progeny. Okay, next, inherited traits ആണെങ്കിലോ can be passed on to the progeny since the differences or the variations are expressed in DNA, they are passed on to the progeny. അടുത്ത പ്രൊജനിയിലേക്ക്, അടുത്ത ജനറേഷനിലേക്ക് ചേഞ്ചസ് ഇൻഹെറിറ്റ് ആവുന്നുണ്ട് in the case of inherited traits. Okay, at the third one, cannot direct evolution. In the case of acquired traits, they cannot direct evolution. acquired traits കിട്ടിക്കഴിഞ്ഞാൽ it will not contribute towards evolution. Okay, now in the case of inherited traits, they can direct evolution. inherited traits വന്നാൽ DNA-യിൽ ചേഞ്ചസ് വന്നാൽ it may lead to evolution. Okay, ഇനി എക്സാമ്പിൾ കൂടി നോക്കാം. acquired traits ന്റെ എക്സാമ്പിൾ ആണ് loss of weight. Okay, during the course of our life നമ്മുടെ വെയിറ്റ് ചിലപ്പോൾ നമുക്ക് പോകും, വെയിറ്റ് ചിലപ്പോൾ നമുക്ക് കൂടും, അല്ലെ? അതൊരു അക്വയർഡ് ക്യാരക്ടർ ആണ്. അത് നമ്മുടെ DNA-യിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇൻഹെറിറ്റഡ് ട്രേറ്റ് നോക്കിയാലോ.
കളർ ഓഫ് ഐസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഐയുടെ കളർ ചേഞ്ച് വരുന്നത് അത് അമ്മയിലെ പോലെ തന്നെ ചിലപ്പോൾ കുട്ടിയിൽ കാണാം, അല്ലെങ്കിൽ ഫാദറിലെ പോലെ തന്നെ ചിലപ്പോൾ കുട്ടിയിൽ കാണാം. So that is a change in DNA and that is reflected in the next generation. Okay, so that is the difference between acquired traits and inherited traits. Okay, ഇനി ഇതിന്റെ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ നോക്കാം. Create a terrestrial food chain depicting 4 trophic levels. 2. Why do we not find food chains of more than 4 trophic levels in nature? അപ്പോൾ 2 പാർട്ട് അതിനുണ്ട്. ഫസ്റ്റ് പാർട്ട് നോക്കാം. എന്താണ് ഫസ്റ്റ് പാർട്ട്? നമ്മളൊരു ട്രോഫിക് ലെവൽ നമ്മൾ ഉണ്ടാക്കണം. എന്ത്? ടെറസ്ട്രിയൽ ട്രോഫിക് ലെവൽസ്. ഓക്കെ, ഇറ്റ്സ് എ ഫുഡ് ചെയിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, ദാറ്റ് ടു ടെറസ്ട്രിയൽ വൺ. സോ എല്ലാ ഫുഡ് ചെയിനും ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് അല്ലേ? പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ് ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കാം, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാസിൽ നിന്നാണ്. ഓക്കെ, സോ ഗ്രാസ് ഇറ്റ് ഈസ് ദി പ്രൊഡ്യൂസർ. ഗ്രാസിൽ നിന്നും ഇറ്റ് വിൽ ഗോ ടു ദി സെക്കൻഡ് ട്രോഫിക് ലെവൽ, ദാറ്റ് ഇസ് ഇൻസെക്ട്. ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെർബിവോർ ആണ്, ദാറ്റ് ഫീഡ്സ് ഓൺ ദിസ് ഗ്രാസ് അല്ലേ? അപ്പൊ ഈ ഹെർബിവോർ എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇൻസെക്റ്റിൽ നിന്നും തേർഡ് ട്രോഫിക് ലെവലിലേക്ക് പോയാലോ വി ഹാവ് ഫ്രോഗ്. ഓക്കെ, ഫ്രോഗ് എന്ന് പറയുന്ന ഒരു സെക്കൻഡറി കൺസ്യൂമർ ആണ്, ആസ് വെൽ ആസ് ഒരു പ്രൈമറി കാർണിവോറും ആണ് അല്ലേ? ആൻഡ് ഫ്രോഗിൽ നിന്നും ഫോർത്ത് ട്രോഫിക് ലെവലിൽ നോക്കിയാൽ വി ഹാവ് ഈഗിൾ, വിച്ച് ഇസ് എ തേർഷറി കൺസ്യൂമർ അല്ലെങ്കിൽ സെക്കൻഡറി കാർണിവോർ എന്നും പറയാം. സോ ദ ട്രോഫിക് ലെവൽ, ദ ടെറസ്ട്രിയൽ ട്രോഫിക് ലെവൽ അല്ലെങ്കിൽ ഓൾ ദി ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ്, ദാറ്റ് ഇസ് ഗ്രാസ്. ഗ്രാസിൽ നിന്നും സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻസെക്ട്, വിച്ച് ഇസ് എ ഹെർബിവോർ ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ പ്രൈമറി കൺസ്യൂമർ. ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്ന ഫ്രോഗ് ഉണ്ട്. ഫ്രോഗ് ഇസ് എ സെക്കൻഡറി കൺസ്യൂമർ അല്ലെങ്കിൽ പ്രൈമറി കാർണിവോർ ആണ്. ആൻഡ് ഫൈനലി ഫ്രോഗിനെ ഫീഡ് ചെയ്യുന്ന ഈഗിൾ ഉണ്ട്, വിച്ച് ഈസ് ദ തേർഷറി കൺസ്യൂമർ അല്ലെങ്കിൽ സെക്കൻഡറി കാർണിവോർ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? വൈ ഡു വി നോട്ട് ഫൈൻഡ് ഫുഡ് ചെയിൻ മോർ ദാൻ 4 ട്രോഫിക് ലെവൽസ്? 4 ട്രോഫിക് ലെവലിൽ കൂടുതൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഫുഡ് ചെയിനിൽ കാണാത്തത് എന്നാണ് ചോദ്യം. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇനി സപ്പോസ് സണ്ണിൽ നിന്നും, സൺ ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി റൈറ്റ്? സണ്ണിൽ നിന്നും ഈ ഗ്രാസിന് കിട്ടുന്നത് 10,000 ജൂൾ ആണ് എന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 10% ലോ ഓഫ് ട്രാൻസ്ഫർ. എന്താണ് 10% ലോ ഓഫ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ? only 10% of available energy is getting transferred into the next trophic level. Okay, നമുക്ക് ഉള്ള എനർജിയുടെ ജസ്റ്റ് 10% മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. റെസ്റ്റ് ഓഫ് ദം ഇസ് ഗെറ്റിംഗ് വേസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എന്നാണ് നമ്മൾ 10% ലോയിൽ പഠിച്ചത്. അത് വെച്ചിട്ടൊന്ന് നോക്കിക്കേ, ഗ്രാസിന് ജസ്റ്റ് 10,000 ജൂൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിന്റെ 10% മാത്രമേ ഇൻസെക്റ്റിലേക്ക് പോകുന്നുള്ളൂ. ഇതിന്റെ 10% എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് 1000 ജൂൾ മാത്രമേ ഇൻസെക്റ്റിന് കിട്ടുന്നുള്ളൂ അല്ലേ? ഈ ഇൻസെക്റ്റിൽ നിന്നും വീണ്ടും ഇതിന്റെ 10% മാത്രമേ ഫ്രോഗിന് കിട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് ജസ്റ്റ് 100 ജൂൾസ്. ഓക്കെ, ഇനി ഫ്രോഗിൽ നിന്നും ഈഗിളിലേക്ക് പോകുന്നതോ ജസ്റ്റ് 10 ജൂൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇനിയും ഒരു ട്രോഫിക് ലെവലിനെ അഫോർഡ് ചെയ്യാനായിട്ട് ഈ ഫുഡ് ചെയിനിന് പറ്റില്ല. ബിക്കോസ് ദ എനർജി ദാറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫർ ടു ദ 5th ട്രോഫിക് ലെവൽ ഇസ് വെരി നെഗ്ലിജിബിൾ. അതുകൊണ്ടാണ് നമ്മളൊരു 4 ട്രോഫിക് ലെവലിൽ കൂടുതൽ നമ്മൾ എന്താണ് ഈ ഫുഡ് ചെയിനിൽ സെറ്റ് ചെയ്യാത്തത്. ബിക്കോസ് ദ എനർജി ദാറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫർഡ് ഇസ് വെരി വെരി ലോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് 12th പോവാം. A coil of insulated wire is connected to a galvanometer. Okay, വായിച്ചപ്പോഴേ മനസ്സിലായി ഇത് എൻ്റെ ഭാഗത്തുനിന്നല്ല, ഫിസിക്സിൽ നിന്നാണ് അല്ലേ? Yes. So I'll read the question. Question number 12. A coil of insulated wire is connected to a galvanometer. What would be seen if a bar magnet with its south pole towards one face of coil is A. moved quickly towards it, B. moved quickly away from the coil, and C. placed near its one face. Okay, അപ്പോൾ ഇവിടെ ഒരു ഇൻസുലേറ്റഡ് വയേഴ്സ് ഇൻ ദ ഫോം ഓഫ് എ കോയിൽ അല്ലേ? ഒരു കോയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഓഫ് ഇൻസുലേറ്റഡ് വയർ ആൻഡ് ദാറ്റ് ഇസ് ബീൻ കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഗാൽവനോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണേ? ഇൻ ഓർഡർ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് അല്ലേ? അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കറണ്ട് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക? ഒരു ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ that is facing towards one face of the coil എന്നാ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ
പോൾ ഓഫ് മാഗ്നറ്റ് ആണ് നമ്മൾ ഈ കോയിലിന്റെ ഫേസ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ വരുന്നത് നോക്കാം. സോ ഇവിടെ ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് മൂവ്ഡ് ക്വിക്ലി ടുവേർഡ്സ് ഇറ്റ് അല്ലെ, മൂവ്ഡ് ക്വിക്ലി ടുവേർഡ്സ് ഇറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വിക്ക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെ. ഇവിടെ നമ്മളൊരു കോയിൽ എടുത്തിട്ടുണ്ട്. You have a coil of insulated wire here and we have connected it to a galvanometer. ഇവിടെയാണ് നമ്മുടെ galvanometer ഉള്ളത്. അപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ആണ് it is towards one face of the coil എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ സൗത്ത് പോൾ is facing. Okay, അപ്പോൾ ഈ സൗത്ത് പോൾ if it is moved quickly towards it, അപ്പോൾ എന്താ, in this direction it is moved quickly towards the coil. അപ്പോൾ മൂവ്മെന്റ് വരുമ്പോൾ എങ്ങനെയാണ്, വി നോ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ചേഞ്ചിങ്. സോ ദർ ഇസ് എ EMF ഇൻഡ്യൂസ്ഡ്, കറന്റ് ഇസ് ഇൻഡ്യൂസ്ഡ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, സിൻസ് ദർ ഇസ് എ കറന്റ് ഫ്ലോ ഇൻ ദ സർക്യൂട്ട്, ഗാൽവനോമീറ്റർ വിൽ ഷോ എ ഡിഫ്ലക്ഷൻ ടുവേർഡ്സ് വൺ പെർട്ടിക്കുലർ സൈഡ്. സേ ലെഫ്റ്റ് സൈഡ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താ സംഭവിക്കണേ, നെക്സ്റ്റ് സെക്ഷൻ എന്താണ്, മൂവ്ഡ് ക്വിക്ലി അവേ ഫ്രം ദ കോയിൽ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ നൗ ദ സെക്കൻഡ് സെക്ഷൻ ഇറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദ കോയിൽ എന്നുള്ളതാണ്. ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ്മെന്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക, അഗെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ബീയിങ് വേരിഡ് ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ കറന്റ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ അല്ലെ. അപ്പോൾ എന്താ സംഭവിക്കുക, ഗാൽവനോമീറ്ററിൽ വീണ്ടും ഡിഫ്ലക്ഷൻ കാണിക്കും, ബട്ട് നൗ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഫസ്റ്റ് ടൈം അത് ലെഫ്റ്റ് എന്ന് എടുത്താൽ ഇപ്പോൾ നമുക്കതിനെ റൈറ്റ് എന്ന് പറയാം അല്ലെ. അപ്പോൾ അത് ലെഫ്റ്റ് ഓർ റൈറ്റ് ദാറ്റ് ഡിപ്പെൻസ്, അത് ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു സൈഡിലേക്കാണ് ആദ്യം ഡിഫ്ലക്ഷൻ വരുന്നതെങ്കിൽ സെക്കൻഡ് ടൈം ആ കോയിലിനെ നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ വിൽ ഷോ ഡിഫ്ലക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ കറന്റ് ഫ്ലോ ഇസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്, സെക്ഷൻ സി സേസ് പ്ലേസ്ഡ് നിയർ ഇറ്റ്സ് വൺ ഫേസ്. ഇറ്റ് ഇസ് പ്ലേസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് മൂവിങ്, റാദർ ഇറ്റ് ഇസ് പ്ലേസ്ഡ് അല്ലെ. അപ്പൊ പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നാണ് അർത്ഥം അല്ലെ. അപ്പോൾ അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ, ഡെഫിനറ്റ്ലി നോട്ട് അല്ലെ. അപ്പോൾ കറണ്ട് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ഗാൽവനോമീറ്ററിൽ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ കാണാൻ പറ്റുമോ, ഇല്ല അല്ലെ. സോ ഗാൽവനോമീറ്റർ ഷോസ് no deflection, there is no flow of current in the circuit എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന ഫിനോമിനൻ ഏതാണ്, ഇറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ whenever there is a change in magnetic field lines, there is a EMF induced അല്ലെങ്കിൽ current induced if it is a closed circuit. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും there is a movement of the magnet towards the coil and away from the coil. ഓക്കെ, അപ്പോൾ current is induced in one direction and in the opposite direction in these two cases. പക്ഷേ മൂന്നാമത്തെ കേസിൽ മാഗ്നറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് there is no movement occurring, there is no change in the magnetic field lines എന്നാണ് അർത്ഥം. So we can say that there is no current induced, so no deflection in the galvanometer. ഓക്കെ, ഇനി ഇതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. The given magnet is divided into 3 parts A, B and C as shown here. Name the parts where the strength of the magnetic field is maximum, minimum, and you have one more question. How will the density of magnetic field lines differ at these parts? Okay, അപ്പോൾ ഒരു മാഗ്നറ്റിനെ തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, നെയിമിങ് A, B and C അല്ലെ. എന്നിട്ട് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നെയിം ദ പാർട്സ് where the strength of the magnetic field is maximum and minimum. സ്ട്രെങ്ത് കൂടുക അല്ലെങ്കിൽ കുറയുക, മാക്സിമം ആവുക മിനിമം ആവുക, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. യെസ്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. The more the magnetic field lines, the more the strength of the magnet is അല്ലെ. അപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ബാർ മാഗ്നറ്റിന് ഒരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്, ബിക്കോസ് വി നോ ദാറ്റ് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് ഫോർ എ മാഗ്നറ്റ് അല്ലെ. അപ്പോൾ ഇനി ഈ ടുവേർഡ്സ് ദ എൻഡ്സ്, അതായത് ടുവേർഡ്സ് ദ പോൾസ് എന്തായിരിക്കും, ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം അല്ലെ. ആൻഡ് that's the case with the south pole as well അല്ലെ. നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇവിടെയും കൂടുതലായിരിക്കും.
Fine. So we can say that the strength of the magnetic field is more near the poles. So നമ്മൾ ഈ ഒരു ഡയഗ്രാം ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ ആൻഡ് സി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നത്? ദാറ്റ് റെഫേഴ്സ് ടു ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റ് അല്ലേ? കാരണം എൻസിലേക്കാണ് കൊടുത്തിരിക്കുന്ന പോൾസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം എ ആൻഡ് സി അവിടെയാണ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഫീൽഡ് ലൈൻസ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലാണ്. അപ്പോൾ മിനിമം എവിടെയായിരിക്കും? ഒബ്വിയസ്ലി ബി സെക്ഷനിലായിരിക്കും. കാരണം എന്താ? ഈ സെന്റർ പോർഷനിൽ എത്തുമ്പോൾ ഫീൽഡ് ലൈൻസ് ആർ നോട്ട് സോ ക്ലോസർ, ദേ ആർ മൂവിങ് അവേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലാണ്, ദേ ആർ മോർ ക്ലോസർ അല്ലേ? അപ്പോൾ മോർ ക്ലോസർ, മോർ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആൻഡ് മോർ ക്ലോസർ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെങ്ത് കൂടുതലാണ്. ഹിയർ ഇൻ ദ മിഡിൽ പോർഷൻ അത് കുറവായിരിക്കും. ഓക്കെ, ഈ ഒരു സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ക്ലോസ്നെസ് ഒക്കെ കുറവായിരിക്കും. സോ അവിടെ സ്ട്രെങ്ത് വിൽ ബി മിനിമം. സോ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഉണ്ടാവുന്നത് എയിലും സിയിലും, മിനിമം ഉണ്ടാവുന്നത് ബി പാർട്ടിലും ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഹൗ വിൽ ദ ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡിഫർ അറ്റ് ദീസ് പാർട്സ് എന്നുള്ളത്. ഓക്കെ, ഡെൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? ആസ് വി നോ ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏറ്റവും കൂടുതൽ എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് നിയർ ദ പോൾസ് അല്ലേ? നോർത്ത് ആൻഡ് സൗത്ത് പോളിന് നിയർ ആയിട്ടാണ് നമുക്ക് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഡെൻസിറ്റി ഈസ് മോർ ദെയർ. ഓക്കെ, സോ ഈ ഒരു ഗിവൺ മാഗ്നറ്റിന്റെ റെഫർ ചെയ്ത് പറഞ്ഞാൽ എ ആൻഡ് സിയിൽ ഡെൻസിറ്റി വിൽ ബി ഗ്രേറ്റർ ആൻഡ് ബി സെക്ഷനിൽ ഇറ്റ് വിൽ ബി ലെസ്. ക്ലിയർ? നൗ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഹിയർ വി ഹാവ് ദ ക്വസ്റ്റ്യൻ, for the circuit given below, calculate the value of the current through each resistor, the total current in the circuit, the total effective resistance in the circuit. See, ഇവിടെ നമുക്കൊരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ? ആൻഡ് യു ഹാവ് 3 resistors connected to the circuit. ആൻഡ് ഈ 3 resistors എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ, റൈറ്റ്? സോ 3 resistors connected in parallel. ഓക്കെ, പാരലൽ കണക്ഷൻ ആൻഡ് സീരീസ് കണക്ഷൻ ഇതെങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് ദ സെയിം വോൾട്ടേജ് അല്ലേ? എല്ലാ കമ്പോണൻസിനും, ആ പാരലലി കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പോണൻസിനും സെയിം വോൾട്ടേജ് ആയിരിക്കും, സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ ഓരോ കമ്പോണൻറ്റിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് വിൽ ബി ഡിഫറെൻറ്റ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് വിൽ ബി ഡിഫറെൻറ്റ് അല്ലേ? നേരെ മറിച്ച് സീരീസ് കണക്ഷൻ ആണെങ്കിലോ, നമ്മളൊരു സീരീസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഒരു 3 റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നൗ യു ഹാവ് എ കണക്ഷൻ സപ്ലൈ ലൈക്ക് ദിസ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സപ്പോസ് ഇങ്ങനെ ഒരു ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് ഫ്ലോ ഉണ്ട്. ആ സെയിം കറണ്ട് ആയിരിക്കും ഈ 3 കമ്പോണൻറ്റിലൂടെയും ഫ്ലോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഓരോ കമ്പോണൻറ്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിൽ ബി ഡിഫറെൻറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ 2 പോയിന്റ്സിന് അക്രോസ് ആണ് ഈ 3 കമ്പോണൻസും 3 റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ 3 റെസിസ്റ്റേഴ്സിലേക്കുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ദ സെയിം വി ആയിരിക്കും കിട്ടുന്നത്. ദ സെയിം 6 വോൾട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ 6 വോൾട്ട് ആണ് കിട്ടണേ. പക്ഷേ ഈ 3 കമ്പോണൻറ്റിനും കിട്ടുന്ന കറണ്ട് ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇവിടുന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ കറണ്ട് വിൽ ഗെറ്റ് സ്പ്ലിറ്റഡ് അപ്പ്. ഒരു ബ്രാഞ്ചിലൂടെ I1 ആണെങ്കിൽ മറ്റേ റെസിസ്റ്ററിലൂടെ I2 ആയിരിക്കും, തേർഡ് റെസിസ്റ്ററിലൂടെ I3 ആയിരിക്കും അല്ലേ? ആൻഡ് ദാറ്റ് വിൽ ഫ്ലോ ത്രൂ ദ റെസിസ്റ്റേഴ്സ് ആൻഡ് അറ്റ് ദിസ് പോയിന്റ് അഗെയിൻ ദാറ്റ് വിൽ ഫ്ലോ ആസ് I again ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു പാരലൽ സർക്യൂട്ടിൽ കാണുന്നത്. ക്ലിയർ? ഇനി ഇവിടെ എന്താണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്? ദ വാല്യൂ ഓഫ് കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. യെസ്, ഈച്ച് റെസിസ്റ്റർ എന്നാ പറഞ്ഞിരിക്കണേ. വൈ? ബിക്കോസ് ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അതുകൊണ്ട് തന്നെ ഓരോ റെസിസ്റ്ററിലേക്കും കിട്ടുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓരോരോ കമ്പോണൻറ്റിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര. ഓക്കെ, സോ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇഫ് ഐ ആം കൺസിഡറിങ് ദാറ്റ് ദ ഫസ്റ്റ് റെസിസ്റ്റർ ഹിയർ, ഇതിനെ ഞാൻ 5 ohm എന്നതിനെ ഞാൻ R1 എന്ന് എടുക്കുകയാണ്. സോ ഐ ഹാവ് ദ റെസിസ്റ്റർ R1 to be 5 ohm. Second one is R2 to be 10 ohm. And third one is R3 and that is given to be 30 ohm. Okay? So, എപ്പോഴും ഒരു ന്യൂമറിക്കൽ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
we have to supply the data given. അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം ഏതൊക്കെയാണ് റെസിസ്റ്റേഴ്സ് എന്നുള്ളത് നോട്ട് ചെയ്തു. എത്ര വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് 6 volts. So the potential difference is 6 volt here. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാം. ഇനി ഞാൻ ഫസ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. The value of current through each resistor. Okay, so if I am marking it to be I1, I2 and I3, first let's find out I1, that is the current that flows through R1. Okay, so I1 എന്ന കറണ്ട് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ ഏത് ലോ എടുക്കണം? വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് മൂന്നും കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഓംസ് ലോ അല്ലേ? അപ്പോൾ ഓംസ് ലോ ഉള്ള നമ്മുടെ ഇക്വേഷൻ എന്താ? V is equal to IR, V proportional to I at constant temperature എന്നുള്ള ആ ഒരു ഓംസ് ലോയിൽ നിന്ന് നമുക്ക് എടുക്കുന്ന ഇക്വേഷൻ ആണ് V is equal to IR എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കറണ്ടിനുള്ള ഇക്വേഷൻ ആക്കി എഴുതിയാൽ I is equal to V by R എന്ന് കിട്ടും അല്ലേ? So if I want to find I1, then that has to be V by R1 because I1 is the current that flows through R1 അല്ലേ? V എന്നതിന് പകരം ഞാൻ V1 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? No, because it's a parallel connection. Voltage constant ആണ്. Okay, so ഇവിടെ എങ്ങനെ വരും? That will be I1 will be equal to V എന്ന് പറയുന്നത് 6 volt ആണ്. So 6 divided by R1 is 5. So 6 by 5 will be the value and that will be equal to 1.2 ampere. Okay, so we are getting the value of I1. Okay, ഇനി നമുക്ക് next current value കണ്ടുപിടിക്കാം. I2, which is the current that flows through R2 അല്ലെ? 10 ohmന് നമ്മൾ R2 എന്നാണ് റെഫർ ചെയ്തിരിക്കുന്നത്. So I2 will be equal to, by similar consideration, that will be V by R2. Okay, so എന്താണ്? V എന്ന് പറയുന്നത് 6 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. R2 is 10. So 6 by 10, that is equals to 0.6 ampere. Okay, ഇനി നമുക്ക് എന്ത് വേണം? I3 കൂടി വേണം അല്ലേ? I3 is the current that flows through the third resistor, 30 ohm is R3. So V by R3 ആണ് ഇനി ചെയ്യേണ്ടത്. V is 6 itself divided by 30. Okay, so that is 6 by 30 and that would be 0.2 ampere. Okay, so we got the value of current through each resistor അല്ലേ? എന്താണ്? I1 we get it to be 1.2 ampere, I2 we get it to be 0.6 ampere and I3 we got that 0.2 ampere. Okay, so the first question is done. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. You have to consider or calculate the total current in the circuit. Total current എന്ന് പറയുമ്പോൾ എന്താ? You have I1, I2 and I3 and current flowയുടെ പാറ്റേൺ നോക്കിയാൽ നമുക്കറിയാം ഇത് ഈ I ആണ് I1, I2, I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? So we know that I is equal to I1 plus I2 plus I3. Okay, so അതാണ് നമുക്ക് ഇനി അടുത്തത് ചെയ്യാനുള്ളത്. Now you have the third part, the total effective resistance in the circuit എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, ഇപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ദ വോൾട്ടേജ് അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. Okay, so you have the potential difference to be 6 volt and you got the total current I to be equal to 2 ampere. So റെസിസ്റ്റൻസ് കാണാൻ വേറെ എന്തെങ്കിലും മെത്തേഡിൻ്റെ ആവശ്യമുണ്ടോ? You have the Ohm's law, V is equal to IR. അതിൽ നിന്ന് R കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? That is the V by I. Where V is 6 volt and I is 2 ampere, making it 3 ohm to be the total effective resistance in the circuit. Okay, so ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ സർക്യൂട്ട് തന്നിട്ടാണ് നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ യു ഹാവ് ടു ചെക്ക് സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ ഇനി സി സെക്ഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേസ് സ്റ്റഡി ആണ് അല്ലേ? കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കൊരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച ശേഷം അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. 14th one, read the following case carefully and answer the given questions. Sahil
performed an experiment to study the inheritance pattern of gene. So, ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് റിലേറ്റഡ് ബയോളജി, റൈറ്റ്? സോ അഞ്ജിത മാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വായിക്കാം. അപ്പോൾ നോക്കാം. Sahil performed an experiment to study the inheritance pattern of genes. He crossed tall pea plants with short pea plants and obtained all tall plants in F1 generation. Okay, അപ്പോൾ ഇതിൻ്റെ സബായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആദ്യം, what will be the set of genes present in the F1 generation? Okay, സഹിൽ എന്താ ചെയ്തത്? സഹിൽ ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഷോർട്ട് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യിച്ചു. ഓക്കെ, ടോൾ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും. ഷോർട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ജീനോടൈപ്പ് സ്മോൾ ടി ആയിരിക്കും. ഓക്കെ, ആൻഡ് യു നോ ഗാമേറ്റ് ഫോർമേഷന്റെ ടൈമിൽ അല്ലീൽസ് ഇൻഡിപെൻഡന്റ് ആയി ഓരോ ഗാമേറ്റ്സിലേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി. ആൻഡ് ഷോർട്ട് പ്ലാന്റിൽ നിന്നും അതേപോലെ തന്നെ ഒരു ഗാമേറ്റ് ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്തു. ആൻഡ് ഹിയർ യു ക്യാൻ സീ that the F1 progeny is also a tall plant and the genotype is capital T small t. Okay, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ പാർട്ടിലെ what will be the set of genes present in the F1 generation? F1 generationൽ എന്തൊക്കെ ജീൻസ് നമുക്ക് കിട്ടി? Yes, that is capital T small t. This is a set of gene that we got in the F1 progeny. Okay, very simple question. Now, B part നോക്കാം. Give a reason why only tall plants are observed in F1 progeny. Okay, F1ൽ എന്തുകൊണ്ടാണ് tall plant മാത്രം കിട്ടിയത് നോക്കാം. If a single pair of contrasting characters were crossbred, only plants with dominant traits are produced in F1 generation. Okay, ഇവിടെ നമുക്ക് ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. ആൻഡ് അവിടെ എക്സ്പ്രസ് ചെയ്ത ട്രേറ്റ് ടോൾ ആണ് അല്ലേ? ദിസ് ടോൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കാരണം എന്താണ്? This capital T is dominant over the small t. Okay, the capital T എന്ന് പറയുന്നത് ആ ജീൻ അല്ലെങ്കിൽ ആ അല്ലീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡോമിനേറ്റിംഗ് ദി സ്മോൾ ടി എന്ന് പറയുന്ന അല്ലീൽ. ഓക്കെ, സോ അവിടെ എക്സ്പ്രസ് ചെയ്ത ട്രേറ്റ് എന്ന് പറയുന്നത് ടോൾ ആണ്. when a pair of contrasting characters, ഏതൊക്കെയാണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ? ക്യാപിറ്റൽ ടി ഒരു ക്യാരക്ടർ ആണ്, സ്മോൾ ടി ഒരു ക്യാരക്ടർ ആണ്. രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊജനി എന്ന് പറയുന്നത് എന്താണ്? ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. ദാറ്റ് ഇസ് ടോൾ എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് സി നോക്കാം. When F1 plants were self-pollinated, a total of 800 plants were produced. How many of these would be tall, medium height or short plants? Give the genotype of F2 generation. Okay, അപ്പോൾ നമുക്ക് കിട്ടിയ F1 ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു അല്ലെ? ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? സെൽഫ് പോളിനേഷന് വിധേയമാക്കുകയാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇസ് ഗെറ്റിംഗ് സെൽഫ് പോളിനേറ്റഡ് വിത്ത് ഇറ്റ് സെൽഫ്. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ അല്ലീൽസ് ആർ അസോർട്ടിംഗ് ഇൻഡിപെൻഡന്റ്. നമുക്ക് ഇവിടുന്ന് ക്യാപിറ്റൽ ടി കിട്ടുന്നു, സ്മോൾ ടി കിട്ടുന്നു, അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, വി ഗോട്ട് ദ gametes. Now, ഇത് നമ്മൾ നോക്കുവാണ്. They are getting interchanged and now we are getting capital T which is tall, right? Capital T small t which is also tall, okay, because the dominant trait is expressive. Now, here also we are getting capital T small t, right? That is also tall. And finally, we are getting small t that is short. Okay, so here we are getting 3 tall plants and 1 short plants. Okay, so the phenotypic ratio will be 3:1. Phenotype വെച്ചിട്ടുള്ള ratio ആണ്, and that is 3:1. Okay, 3 tall and 1 short. Fine. ഇനി നമ്മുടെ question എന്താണ്? നമുക്ക് നോക്കാലോ. സി പാർട്ടിലെ when F1 plants were self-pollinated, a total of 800 plants were produced. Okay, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ യെസ്, ഇവിടെ 3 out of 4 എന്ന് പറയുന്നത് ടോൾ ആണ് അല്ലെ? 3 out of 4 എന്ന് പറയുന്നത് ടോൾ ആണ്. അതേപോലെ തന്നെ 1 out of 4 എന്ന് പറയുന്നത് ഷോർട്ട് ആണ് അല്ലെ? ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നത് 800 പ്ലാന്റ്സ് കിട്ടി എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പോൾ ഔട്ട് ഓഫ് ദിസ് 800, 3/4 of this will be tall. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇറ്റ് വിൽ ബി 600 ടോൾ പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതേപോലെ തന്നെ 800ൽ 1/4 of them, that is 200 will be short. Okay, 200 will be short. അപ്പോൾ 200 short plants kittunnu, 600 tall plants kittunnu. So how many tall plants?
600 and how many short plants? We got 200 short plants. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ദ ജീനോടൈപ്പ് ഓഫ് F2 ജനറേഷൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് 600 200 എന്ന് പറയുന്ന ഒരു അമൗണ്ട് കിട്ടി. എത്ര ടോൾ പ്ലാന്റ്സ് എത്ര ഷോർട്ട് പ്ലാന്റ്സ് കിട്ടി. ഇനി ഇതിന്റെ ജീനോടൈപ്പുകൾ എന്തൊക്കെയാണ് നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു. ക്യാപിറ്റൽ ടി ആണ് ഒരു ജീനോടൈപ്പ് അല്ലേ? അടുത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അടുത്ത ജീനോടൈപ്പ്. small t ആണ് അടുത്ത ജീനോടൈപ്പ്. അപ്പോൾ the genotypes that we got from this are capital T, capital T small t and small t. We got 3 genotypes. Okay. So ma'am, ഇവിടെ 3 phenotypes എന്നാണല്ലോ പറഞ്ഞത്. ശരിക്കും നമുക്ക് 4 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ടി എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരെണ്ണേ കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. 3 ഫീനോടൈപ്സ് അല്ല, നമുക്ക് 2 ഫീനോടൈപ്സേ ഉള്ളൂ, ടോളും ഷോർട്ടും അല്ലേ? എത്ര ജീനോടൈപ്പ് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സെയിം ജീനോടൈപ്പ് ആണല്ലോ. അത് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടോട്ടലി 3 ജീനോടൈപ്പ് കിട്ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി 3 ജീനോടൈപ്സ് ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 15th one. Read the following case-based passage and answer the questions given after the passage. A room has 2 tube lights. Okay, ഇത് എൻ്റെ പാട്ടല്ല, physics ആണ്. അതെ, ഇത് ഞാൻ ടേക്കപ്പ് ചെയ്തേക്കാം. So I am reading the passage once more. A room has 2 tube lights, a fan and a TV. Each tube light draws 40 watt. The fan draws 80 watt and the TV draws 60 watt on average. The tube lights are kept on for 5 hours, the fan for 12 hours and the TV for 8 hours every day. The rate for electrical energy is rupees 3.10 per kilowatt hour. Okay, so that is a passage given. ഒരു റൂമിലെ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടെയുള്ള ഓരോ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. So we have different sub-questions here. So the first one is calculate the energy consumed by each tube light in a day. So ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എനർജി കൺസ്യൂംഡ് ബൈ ഈച്ച് ട്യൂബ് ലൈറ്റ് ഇൻ എ ഡേ എന്നുള്ള രീതിയിലാണ് അല്ലേ? അപ്പോൾ 2 ട്യൂബ് ലൈറ്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ഓരോ ട്യൂബ് ലൈറ്റും കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് ആവശ്യം. ഓക്കെ, സോ എന്താണ് ട്യൂബ് ലൈറ്റിൻ്റെ വാട്ടേജ് കൊടുത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് 40 watts. Okay, and it is working for how many hours? Tube lights are kept on for 5 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എനർജി കൺസംഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് പവർ ആണ്, പിന്നെ അത് എത്ര നേരം വർക്ക് ചെയ്യുന്നു എന്നത് ഇൻ അവേഴ്സ് തന്നിട്ടുണ്ട്. ഫൈൻ. ആൻഡ് ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയുടെ റേറ്റും തന്നിട്ടുണ്ട്. അത് പെർ കിലോ വാട്ട് അവർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ എനർജി എന്ന് പറയുന്നതിനെ നമുക്ക് പവറിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? വി നോ ദാറ്റ് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓക്കെ, സോ വർക്ക് എനർജി എല്ലാം നമ്മൾ ഈക്വലന്റ് കമ്പോണൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടിനും ഒരേ യൂണിറ്റ് ആണ്. ഓക്കെ, എനർജി ഇസ് ദ കേപ്പബിലിറ്റി ഓഫ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ നമുക്ക് എനർജി അല്ലെങ്കിൽ വർക്കിനെ പവർ ഇൻറ്റു ടൈം എന്ന് എഴുതാലോ. ഫൈൻ. സോ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എനർജി കൺസ്യൂംഡ് ബൈ ഈച്ച് ട്യൂബ് ലൈറ്റ് ആണ്. ഫൈൻ. സോ എനർജി എന്നതിനെ ഞാൻ ഇ എന്നെടുത്താൽ വി ഹാവ് ഇ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി, പവർ ഇൻറ്റു ടൈം അല്ലേ? എത്രയാണ് ട്യൂബ് ലൈറ്റിൻ്റെ വാട്ടേജ് പറഞ്ഞിരിക്കുന്നത്? 40 watts എന്നാണ് പറഞ്ഞത് അല്ലേ? സോ 40 watt ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് we are considering only one tube light here. ഒരു ട്യൂബ് ലൈറ്റിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ബീൻ യൂസ്ഡ് ഫോർ 5 hours a day. സോ 40 into 5 എന്നുള്ളതാണ് വരിക അല്ലേ? അപ്പോൾ 40 watt into 5 hours എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 200 watt-hour. Okay, so we get the energy consumed by each tube light in a day is 200 watt-hour. Okay, ഇനി നെക്സ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഇൻ എ ഡേ? സി, ഇവിടെ ടോട്ടൽ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്, ഒരു ദിവസത്തെ ടോട്ടൽ എനർജി. അങ്ങനെ വരുമ്പോൾ എന്താ, ആ ഒരു ദിവസം ആ റൂമിൽ എത്ര കമ്പോണൻസ് ഉണ്ട്? 3 കമ്പോണൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ട്യൂബ് ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, ടി വി ഉണ്ട്. ഈ 3 അപ്ലയൻസസിൻ്റെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ എനർജി എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ട്യൂബ് ലൈറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ റൂമിൽ 2 ട്യൂബ് ലൈറ്റ്സ് ഉണ്ട്. രണ്ടിനും സെയിം വാട്ടേജ് 40 watt തന്നെയാണ്. രണ്ടും വർക്ക് ചെയ്യുന്നത് 5 hours തന്നെയാണ്.
അങ്ങനെ ആയതുകൊണ്ട് തന്നെ ട്യൂബ് ലൈറ്റ്സിൻ്റെ 2 ട്യൂബ് ലൈറ്റ്സിൻ്റെയും കൂടി എനർജി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ 2 ട്യൂബ് ലൈറ്റ്സ് എന്ന രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ട്യൂബ് ലൈറ്റിന് ഒരു ദിവസം 200 വാട്ട് അവർ ആണെങ്കിൽ 2 ട്യൂബ് ലൈറ്റിന് 2 × 200 ദാറ്റ് ഈസ് 400 വാട്ട് അവർ വരും അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ്, ദാറ്റ് ഈസ് ഫാൻ. ഓക്കെ, ഫാനിന് എത്രയാണ് നമ്മൾ വാട്ടേജ് പറയുന്നത്? ദ ഫാൻ ഡ്രോസ് 80 വാട്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് ഫോർ 12 hours അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ ഫാനിൻ്റെ കേസിൽ നമ്മൾ എനർജി കൺസംഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ വി ആർ ഗോയിങ് ഫോർ പവർ ഇൻടു ടൈം ഇക്വേഷൻ അല്ലേ. പവർ ഇൻടു ടൈമിൽ തന്നെ പവർ ഫാൻ ഡ്രോ ചെയ്യുന്നത് 80 വാട്ട് പവർ ആണ്, ആൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് ഫോർ 12 hours a day. Okay, so making it 80 watt into 12 hours, that is 80 into 12, and that is giving you 960 watt hour. Okay, so 960 watt hour ആണ് energy consumed by fan. സോ ഇനി നമുക്കുള്ള കമ്പോണൻ്റ് ഏതാണ്? ടി വി ആണ് അല്ലേ. ടി വി എന്നുള്ളൊരു അപ്ലയൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം എഗെയിൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ് ബൈ ദ ടി വി ഇൻ ദാറ്റ് റൂം അല്ലേ. അപ്പോൾ ടി വി ഡ്രോ ചെയ്യുന്നത് 60 വാട്ട് പവർ ആണ് ഓൺ ആൻ ആവറേജ്, ആൻഡ് അത് വർക്ക് ചെയ്യുന്നത് 8 hours every day എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പവർ ഇൻടു ടൈം എന്ന ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പവർ 60 വാട്ട്സ്, 60 വാട്ട് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 8 hours ആണ് കൊടുത്തിരിക്കുന്നത്. സോ 8 hours മേക്കിംഗ് ഇറ്റ് 60 വാട്ട് ഇൻറ്റു 8 hours, ദാറ്റ് ഈസ് 480 വാട്ട് അവർ. ഓക്കെ, സോ ഈ റൂമിലുള്ള 3 കമ്പോണൻസ് എടുത്തു, ലൈറ്റ്, ഫാന്, ടി വി. ലൈറ്റിൻ്റെ 2 ട്യൂബ് ലൈറ്റ്സും കൂടി എടുക്കുമ്പോൾ എനർജി കൺസംഷൻ എന്ന് പറയുന്നത് 400 വാട്ട്സ് ആണ്. ഫാനിൻ്റെ വരുമ്പോൾ 960 വാട്ട്സ് ആണ് അല്ലേ. അപ്പോൾ ടി വിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് 480 വാട്ട് അവർ. അതേപോലെ തന്നെ ട്യൂബ് ലൈറ്റിൻ്റെ കേസ് വരുമ്പോൾ അത് വരുന്നത് എത്രയാണ്? 2 ട്യൂബ് ലൈറ്റ്സ് ഉണ്ട്, അതിന് ചേർന്ന് വരുന്നത് 400 വാട്ട് അവർ. ആൻഡ് പിന്നെയുള്ളത് ഫാൻ ആയിരുന്നു. ഫാനിൻ്റെ കേസിൽ വരുമ്പോൾ ദാറ്റ് ഈസ് 960 വാട്ട് അവർ. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ടോട്ടൽ എനർജി കൺസംഷൻ നോക്കണം അല്ലേ. അപ്പോൾ ഈ എല്ലാ കമ്പോണൻസും കൂടെ ചേർന്ന് ഒരു ദിവസം ആ റൂമിലെ എനർജി കൺസംഷൻ എത്രയാണ്, ടോട്ടൽ എനർജി കൺസംഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ, സോ അത് നമുക്കിനി കണ്ടുപിടിക്കണം. സോ ദ ടോട്ടൽ എനർജി കൺസ്യൂംഡ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ എനർജി കൺസ്യൂംഡ് ബൈ ദ 2 ട്യൂബ് ലൈറ്റ്സ്, ദാറ്റ് ഈസ് 400 വാട്ട് അവർ, plus the energy consumed by the TV, that is 480 watt hour, the energy consumed by the fan, that is 960 watt hour, making it to be the total to be 1840 watt hour. That is the total energy consumed. Okay, now you have to find the C part and the choichirikine. Now you have to find the cost of electricity used in this room in a 30-day month. ഓക്കെ, സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഒരു 30-day മന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മന്തിൽ ഇലക്ട്രിസിറ്റി കോസ്റ്റ് എത്രയാണ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ റൂം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? ടോട്ടൽ എനർജി കൺസ്യൂം വി ഗോട്ട് ഇറ്റ് ടു ബി 1840 വാട്ട് അവർ അല്ലേ. ഇത് വാട്ട് അവറിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് റേറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി തന്നിരിക്കുന്നത് ₹3.10 പെർ കിലോ വാട്ട് അവർ ആണ് അല്ലേ. കിലോ വാട്ട് അവർ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി. നമ്മൾ അതിനെ മറ്റൊരു പേര് കൂടി ചേർത്ത് വിളിക്കാറുണ്ട്. എന്താ അത്? യെസ്, വി കോൾ ഇറ്റ് ടു ബി യൂണിറ്റ്. നമ്മളെപ്പോഴും കൂടുതലും കേട്ടിട്ടുള്ള വാക്കും അത് തന്നെയാണ്, യൂണിറ്റ് അല്ലേ. ഒരു യൂണിറ്റ് കറണ്ട് എന്നാണ് നമ്മൾ പറയാറ്. യൂണിറ്റിന് എത്ര രൂപയാണ്, എത്ര യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് എനർജി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇതിനെ കിലോ വാട്ട് അവറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം റേറ്റ് തന്നിരിക്കുന്നത് പെർ കിലോ വാട്ട് അവറിലാണ്. ഓക്കെ, സോ ടോട്ടൽ എനർജി ഇൻ കിലോ വാട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് അവർ എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വാട്ടിനെ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. So we know that 1 kilowatt is 1000 watts. Okay, so 1840 divided by എന്താ വരിക 1000.
1000 എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, പക്ഷെ ഇത് ഒരു ദിവസത്തിൻ്റെ ആവുന്നുള്ളൂ അല്ലേ? പക്ഷെ നമുക്ക് എത്രയാണ് വേണ്ടേ? നമുക്ക് അങ്ങനെ 30-day month ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫൈൻ. സോ 1840 watt hour is for 1 day. So for 1 month of 30 day, we have to be into 30. അല്ലേ? അപ്പോൾ 1840 into 30, that much divided by 1000, that much is a kilowatt hour. അപ്പോൾ എത്ര വരുന്നേ? That is to be 55,200, that is 1840 into 30 divided by 1000, that makes it to be 55.2 kilowatt hour. So that is the total energy consumed for 1 month of 30 day. Okay, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ എനർജി. ഇനി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം എന്താ വേണ്ടത്? നമുക്ക് എനർജി കൺസംഷൻ വേണം. എനർജി കൺസംഷൻ എന്ന് പറയുന്നത് 55.2 kilowatt hour ആണ്. And for 1 unit, that is 1 kilowatt hour, the rate is given to be 3.10. So the cost will be given to be what? That is given to be 55.2 kilowatt hour into 3.10 ആണ് വരും അല്ലേ? And we get that value to be rupees 171.12. And that is the rate of electrical energy that is being given for this particular consumption. Clear ആണോ? So we got the second or the third part of the question. ഇനി നമുക്ക് fourth പാർട്ടിലേക്ക് പോവാം. What is the fourth part? And the last part of this question is that state the relation between the SI and commercial unit of energy. Yes, എനർജിയുടെ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് കിലോവാട്ട് അവർ അല്ലെ, വിച്ച് ഈസ് അതർവൈസ് ടേംഡ് ആസ് യൂണിറ്റ്. ഇനി SI യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ജൂൾ അല്ലെ. അപ്പോൾ ഈ ജൂളും കിലോവാട്ട് അവറും തമ്മിൽ ഒരു റിലേഷൻ സ്റ്റേറ്റ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? ദേ ഹാവ് ആസ്ക്ഡ് യു ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ SI ആൻഡ് കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SI unit of energy is joule, commercial unit of energy is kilowatt hour, which is termed as unit. Okay, അപ്പോൾ ഇനി നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എടുക്കാം എനർജി അല്ലേ. 1 joule of energy ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് 1 joule is equal to how many kilowatt hour എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഐ എം ടേക്കിംഗ് ദ 1 kilowatt hour ഓഫ് എനർജി. ഓക്കെ, സോ 1 kilowatt hour എനർജി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 1 kilowatt hour മീൻസ് a device of 1 kilowatt is working for 1 hour. അതല്ല അതിൻ്റെ മീനിങ്. ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് 1 kilowatt പവർ റേറ്റിംഗ് ഉള്ള ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് 1 അവറിലേക്ക് കൺസ്യൂം ചെയ്യുന്ന 1 അവർ വർക്ക് ചെയ്യാൻ വേണ്ടി കൺസ്യൂം ചെയ്യുന്ന എനർജി, അതാണ് 1 kilowatt hour എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. So if I am taking 1 kilowatt hour energy, that is power into time എന്ന രീതിയിൽ നോക്കിയാൽ 1 kilowatt of power for 1 hour അല്ലേ. അപ്പോൾ എന്താ 1 kilowatt നമുക്ക് അതിനെ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തിനാ? നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് എന്താ? കിലോവാട്ട് അവർ എന്ന എനർജിനെ ജൂളിലേക്കാണ് അല്ലേ. ജൂൾ എന്ന് പറയുന്നത് എന്താണ്? ജൂൾ എന്ന് പറയുന്ന എനർജി കിട്ടണമെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദ പവർ ഇൻ വാട്ട്സ് അല്ലേ. അപ്പോൾ 1 kilowatt എന്നതിനെ ഞാൻ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഐ ഹാവ് 1000 watts ഇൻ ടു 1 hour. ഓക്കെ, ഇനി നമുക്ക് 1 hour ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് SI യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് മാറണമെങ്കിൽ ടൈമും SI യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് മാറണം. ദാറ്റ് ഈസ് സെക്കൻഡ്സ് അല്ലേ. അപ്പം എങ്ങനെയാണ്? 1000 watts പവറിനെ നമ്മൾ SI യൂണിറ്റിലേക്ക് ആക്കി. 1 hour when it is converted to seconds, നമുക്കറിയാം 1 hour എന്ന് പറയുന്നത് 60 minutes ആണ് അല്ലേ. ആൻഡ് 1 minute is 60 seconds. So 60 into 60 that is 3600 seconds ആണ് എന്ത് വരുന്നത്? നമ്മുടെ ടൈം വരുന്നത്. ഇൻ സെക്കൻഡ്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 3600 seconds ആയിരിക്കും. ക്ലിയർ? സോ 1000 watt into 3600 seconds എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗിവൺ ടു ബി വാട്ട്? ദാറ്റ് ഈസ് 36 into 1 2 3 4 5 10 raised to 5 എന്നാണ് വരിക അല്ലേ. വാട്ട് സെക്കൻഡ് റെഫേഴ്സ് ടു ജൂൾ. ഓക്കെ, സോ
അതെന്തുകൊണ്ടാണ് വാട്ട് സെക്കൻഡ് ജൂൾ എന്ന് വിളിക്കാൻ പറ്റണേ? ഫ്രം ദ സെയിം കോൺസെപ്റ്റ്, ദാറ്റ് ഇസ് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. സോ വർക്ക് ഇസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം, പവർ ഇൻ വാട്ട് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. അങ്ങനെയാണ് നമ്മൾക്ക് ജൂളിനെ വാട്ട് സെക്കൻഡ് എഴുതാൻ പറ്റിയത്. Okay, so this is the answer getting. Any, നമ്മൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ we get it to be 3.6 into 10 raised to 6 joules. Okay, so we are getting the relation that 1 kilowatt hour is equal to 3.6 into 10 raised to 6 joules. So this is the relation connecting the SI unit and the commercial unit of energy. Clear ആണല്ലോ? We are at the end of this question paper. അല്ലേ, 15 questions നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫോർ എ 40 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അല്ലെ, ഇൻക്ലൂഡിങ് ഓർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സിമിലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫിസിക്സിനാണെങ്കിൽ ന്യൂമറിക്കൽസ് ആണെങ്കിലും, കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് ആണെങ്കിലും, ബയോളജിയിലെ ഡയഗ്രാംസും അതുപോലെ പ്രോസസ്സുകളാണെങ്കിലും എല്ലാം തന്നെ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നന്നായി പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. Okay, so I think this session was useful for you. So we wish you all the best.